നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുച്ചെന്തൂർ മുരുകനെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് 48 ദിവസം ഈ അത്ഭുത മന്ത്രം ചൊല്ലിയാൽ 100% നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ്. അതിശക്തിയാർന്ന ഈ അത്ഭുത മന്ത്രം ഏതാണെന്നും എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാക്ഷാൽ മുരുക ഭഗവാൻ ചൊവ്വാഗ്രഹത്തിന്റെ അധിപനായതിനാൽ ഭഗവാന് വിശേഷപ്പെട്ട ചൊവ്വാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുവാൻ ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, ചൊവ്വാഴ്ച ദിവസം മുരുകനെ ആരാധിക്കുന്നതിലൂടെ ശിവനെയും ശക്തിയെയും ഒരുപോലെ ആരാധിക്കുന്നതിന് തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നതുമാണ്. ആദ്യം തന്നെ തിരുച്ചെന്തൂരിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മുരുകൻ്റെ 6 പടൈ വീടുകളിൽ വിശാഖം നക്ഷത്രത്തിൽ മുരുകൻ അവതരിച്ച സ്ഥലമായതിനാൽ തിരുച്ചെന്തൂരിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മറ്റു ക്ഷേത്രങ്ങൾ മലമുകളിലാണെങ്കിൽ തിരുച്ചെന്തൂർ കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ താഴേക്ക് ചെന്ന് ദർശനം നടത്തി തിരികെ കയറി വരുന്നത് നമ്മുടെ ജീവിതം ഇനി ഉന്നതിയിലേക്ക് ആയിരിക്കും എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അത്ഭുത മന്ത്രം ചൊല്ലിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളവർക്കോ അല്ലെങ്കിൽ പുലർച്ചെ ജോലിക്ക് പോകേണ്ടി വരുന്നവർക്കോ കുളിക്കാനോ വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുവാനോ സാധിച്ചില്ലെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഭഗവാന് വേണ്ടത് ബാഹ്യമായ ആചാരങ്ങളെക്കാൾ യഥാർത്ഥ ഭക്തിയാണ്. അഗസ്ത്യമുനി അരുളി ചെയ്ത ഈ മന്ത്രം ഏത് സമയത്തും ജപിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മാസമുറ സമയത്തും നിങ്ങളുടെ മനസ്സിൽ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഇനി ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കുവാൻ ആരംഭിക്കുന്നതാണ്. കൂടാതെ കർമ്മദോഷങ്ങൾ കുറയുവാനും കുടുംബത്തിലെ അശാന്തിയും മാനസിക സമ്മർദ്ദം മാറുവാനും ഈ മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതുമാത്രമല്ല, കണ്ണേറ് അതായത് ദൃഷ്ടിദോഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുവാനും ഇത് വളരെ ഉത്തമമാണ്. ഇനി ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേകമായ സമയം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെയോ അതല്ലെങ്കിൽ പകലോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപോ എപ്പോൾ വേണമെങ്കിലും ഇത് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മന്ത്രം ഇത്ര തവണ ചൊല്ലണം എന്ന നിർബന്ധവുമില്ല. 21 തവണയോ 108 തവണയോ അതല്ലെങ്കിൽ 9 തവണയോ നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അത്രയും തവണ ചൊല്ലുക. മന്ത്രം എത്ര തവണ ചൊല്ലുന്നു എന്നതിനേക്കാൾ ഉപരിയായി എത്രത്തോളം യഥാർത്ഥ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാനിൽ പൂർണ്ണ ഭക്തിയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. ചുരുക്കി പറഞ്ഞാൽ, എണ്ണത്തിന് കൃത്യമായ നിബന്ധനകൾ ഇല്ലെങ്കിലും 48 ദിവസം മുടങ്ങാതെ പൂർണ്ണ മനസ്സോടും ഭക്തിയോടും കൂടി തിരുച്ചെന്തൂർ മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. ഇനി കുളിച്ച് ശുദ്ധിയോടുകൂടി വിളക്ക് തെളിയിച്ച് മന്ത്രം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചൊല്ലാവുന്നതാണ്. എന്നാൽ ജോലി സംബന്ധമായ തിരക്കുകൾ ഉള്ളവർക്കും അതിരാവിലെ ജോലിക്ക് പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും കുളിക്കാനോ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുവാനോ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് തന്നെ ഭക്തിയോടുകൂടി മന്ത്രം ജപിക്കാവുന്നതാണ്. വലിയ പൂജകൾ ചെയ്തിട്ടും വിശ്വാസമില്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള ഫലവും ലഭിക്കില്ല. എന്നാൽ ഞാൻ നൊന്തു വിളിച്ചാൽ, മനമുരുകി പ്രാർത്ഥിച്ചാൽ എൻ്റെ തുണയ്ക്ക് വേണ്ടി ഭഗവാൻ എത്തും. ആ ഒരു വിശ്വാസത്തോടു കൂടി മന്ത്രം ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമാണ്. ചുരുക്കത്തിൽ, ആചാരങ്ങളെക്കാൾ ഉപരിയായി ഭക്തിക്കും വിശ്വാസത്തിനുമാണ് പ്രാധാന്യമുള്ളത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ 100% നടക്കുന്നതാണ്. മാത്രമല്ല, ഏതെങ്കിലും കാര്യത്തിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ പരിഹരിക്കപ്പെടുവാനും കാര്യങ്ങൾ ശുഭമായി നടക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് കാരണമാകുന്ന കർമ്മവിനകൾ അതായത് കർമ്മദോഷങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുവാനും തിരുച്ചെന്തൂർ മുരുകന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്.
മാത്രമല്ല കുടുംബത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ദൃഷ്ടിദോഷങ്ങൾ മാറുവാനും അതുമൂലം ദമ്പതികൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന വഴക്കുകൾ ഇല്ലാതാകുവാനും ഈ മന്ത്രം സഹായിക്കുന്നതാണ്. ഇനി നമ്മുടെ വാക്കിലും ചിന്തയിലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടാവുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫലിക്കുവാനും ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ മഞ്ഞുപോലെ ഉരുകി മാറാനും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഭക്തിയോടുകൂടി ഈ മന്ത്രം ജപിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാനുള്ള ഉൾക്കാഴ്ചയും ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിനോടൊപ്പം ശിവന്റെയും ശക്തിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. ഇത്രയേറെ ഫലങ്ങൾ നൽകുന്ന അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം മുരുക, ഗുരുമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകനെ, ഷൺമുഖനെ, ഷടാക്ഷരനെ, എൻ വാക്കിലും നിലവിലും നിന്നു കാക്ക. ഓം ഐം ഹ്രീം വേൽക്കാക്ക സ്വാഹ. മന്ത്രം ജപിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം തിരുച്ചെന്തൂർ മുരുകൻ്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിക്കുക. കണ്ണുകളടച്ച് ഒരു 2 മിനിറ്റ് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആ ഒരാഗ്രഹം ഭഗവാനോട് പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ സാധിച്ചു തരും. ആ ഒരു വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക. ഇനി ഒരു ദിവസം ഒരു പ്രാവശ്യമാണ് നിങ്ങൾക്ക് ചൊല്ലുവാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചൊല്ലാവുന്നതാണ്. ഒരു ദിവസത്തിൽ എത്ര തവണയാണ് ചൊല്ലുന്നതെങ്കിലും തുടർച്ചയായ 48 ദിവസം മുടങ്ങാതെ ചൊല്ലുക. നമ്മുടെ മറ്റുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരിയായി ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസവും ഭക്തിയുമാണ് ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപും ജപിക്കുമ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഈ മന്ത്രജപത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ 48 ദിവസം ഇത് ചൊല്ലണോ, 48 ദിവസം ചൊല്ലിയാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ, ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിയാൽ യാതൊരു ഫലവും ലഭിക്കില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഫലം ലഭിക്കുന്നവർ ഉണ്ടാകും. ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അതുകൊണ്ട് ഫലത്തെക്കുറിച്ചുള്ള ആദിവ്യാധികൾ നിങ്ങൾ മാറ്റിവെച്ച് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ മന്ത്രം ചൊല്ലി നോക്കൂ. ഉറപ്പായും 100% നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനാണോ പരിഹാരം ഉണ്ടാകേണ്ടത് അത് ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. നിങ്ങളൊരു മുരുക ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം മുരുക എന്ന് കമൻറ്റ് കൂടി ചെയ്യുക. എല്ലാവർക്കും തിരുച്ചെന്തൂർ മുരുകൻ്റെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.